2026 പ്രവേശിച്ചിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ ജനങ്ങളും പ്രതീക്ഷാപരമായ ഒരു കാലം ശക്തിയായി തുടരട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. എന്താണ് ഈ സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളുടെ പേര് കൂടി രംഗത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ UDF ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കഥയ്ക്ക് അവിടെ വിരാമമാവുകയാണ്. ഞങ്ങളതിൽ ആദ്യം മുതലേ എടുത്ത ഒരു നിലപാടുണ്ട്. CPIM 3 കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. 3, അവരാരായാലും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടിയോ ഗവൺമെൻറ്റോ എടുക്കില്ല. ഇതിലാണ് ഞങ്ങൾ അന്നു മുതലേ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട്. അതിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അന്വേഷണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം SITയെ പൂർണ്ണമായിട്ട് പിന്തുണച്ചവരാണ് UDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് അവർ തന്നെയാണ് SIT രൂപീകരിച്ചത്. അല്ലാതെ ഹൈക്കോടതി നിർദ്ദേശിച്ച് ഗവൺമെൻറ് രൂപീകരിച്ചതല്ല. ജുഡീഷ്യറിയുടെ തന്നെ ഭാഗമായിട്ട് അവർ തന്നെ തീരുമാനിച്ച് അവർ തന്നെ നിശ്ചയിച്ചതാണ് SIT. വിജിലൻസ് അന്വേഷണം നടക്കുന്ന ആദ്യഘട്ടത്തിൽ CPIM ആണ് കൃത്യമായിട്ട് ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം SIT നടത്തണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഹൈക്കോടതി യഥാർത്ഥത്തിൽ SIT അന്വേഷണത്തിന് ഉത്തരവിടുകയും അവിടെ തന്നെ മുൻകൈയോടുകൂടി നേതൃത്വത്തിൽ ഈ അന്വേഷണം നടത്തുകയും ചെയ്യുന്നു. ഈ അന്വേഷണം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പാർട്ടിക്കുമെല്ലാം എതിരായി അതിശക്തിയായ ഈരടികളും പാട്ടും എല്ലാമായിട്ട് ആഘോഷിച്ചു. ഞങ്ങൾ അന്ന് പറഞ്ഞ അതേ നിലപാട് തന്നെ ഉറച്ചു നിന്നു. ജനങ്ങൾക്കറിയാം, അയ്യപ്പൻ്റെയോ വിശ്വാസികളുടെയോ പണം തട്ടുന്ന ഒരു പാർട്ടിയല്ല CPIM എന്ന് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും അന്ന് നോട്ടീസായും പ്രചരണമായും പാട്ടായും UDFും BJPയും എല്ലാം പാർട്ടിക്കെതിരായി ഈ സ്വർണ്ണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവതരിപ്പിച്ചു. ഇപ്പോഴന്വേഷണം നടത്തി മുമ്പോട്ടേക്ക് വരുമ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ കണ്ട കാര്യം, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സോണിയാഗാന്ധിയെ പല പ്രാവശ്യം സന്ദർശിക്കുന്നു. അവിടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, സമ്മാനം കൊടുക്കുന്നത് കാണുന്നുണ്ട്. ഉണ്ണികൃഷ്ണ പോറ്റി മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട ബെല്ലേരിയിലെ സ്വർണ്ണ വ്യാപാരിയും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അതോടൊപ്പമാണ് ഇന്നത്തെ കേരളത്തിലെ UDFിൻ്റെ കൺവീനർ അതിൽ ആ ഫോട്ടോയിൽ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഒരു MBAയും നമ്മൾ കാണുന്നത്, ആൻ്റോ ആൻ്റണി. ആരാണ് അപ്പോയിൻമെൻറ്റ് ഇവർക്ക് വാങ്ങിക്കൊടുത്തത്? അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ ചോദിച്ചു. സാധാരണ നിലയിൽ മുമ്പത്തെ പരിസ്ഥിതിയിൽ കരുണാകരന് പോലും യഥേഷ്ടം കാണാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഇവർ കാണാൻ പോയിട്ടുള്ളതും കണ്ടതുമായ ഫോട്ടോ പങ്കിട്ടതുമായ ആൾ ഡിക്കരി. അപ്പോൾ എങ്ങനെയാണ്, ആരാണ് ഈ അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിച്ച് കൊടുത്തത്? അത് പറയുന്നില്ല. MP ആണോ അല്ല വേറെ ഏതെങ്കിലും പാർട്ടി നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണോ? ഈ കള്ളക്കടത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊള്ളയുടെ പ്രധാനപ്പെട്ട വക്താവും ആ സ്വർണം കൊണ്ടുപോയിട്ട് വിറ്റു എന്ന് കൃത്യമായിട്ട് അവർ തന്നെ സ്വർണ്ണം എടുത്തല്ലോ, സ്വർണം കണ്ടെത്തി. അവർ എന്തടിസ്ഥാനത്തിലാണ് ഇവരെല്ലാമായിട്ടുള്ള ബന്ധം ശക്തിപ്പെട്ട് നിന്നത് എന്നതിന് ഉത്തരം പറയേണ്ടിയുണ്ട്. ചോദ്യം ചെയ്യുമെന്നാണ് വാർത്താ മാധ്യമത്തിലൂടെ ഇത് കാണാൻ കഴിഞ്ഞത്.
ഇന്നലെ വരെ CPIM-എതിരായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പ്രചരിപ്പിച്ച് ആഹ്ലാദഭരിതരായിരുന്ന വി ഡി സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലിനും കോൺഗ്രസ് നേതാക്കന്മാർ UDF നേതാക്കന്മാർ ഈ വാർത്ത പുറത്തു വരുന്ന ആ നിമിഷത്തോടുകൂടി മാറുകയാണ്. എത്ര അവസരവാദപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് നോക്കൂ. എന്താ അവർ പറയുന്നത്? SIT-യിൽ സംശയമുണ്ട്. SIT ഇന്നലെ വരെ അംഗീകരിക്കുകയാണ്.